കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്നു ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കുമായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. വളരെ കൊലോസ്യ ലേഖനം പഠിക്കുക എന്നുള്ളത് വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അനേകം നമ്മൾ ഇതുവരെയും പഠിക്കാത്തതോ ചിന്തിക്കാത്തതോ അറിയാത്തതോ ആയിരിക്കുന്ന അനേകം ആഴമായിരിക്കുന്ന ചിന്തകൾ അതിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ബാബുപാസ്റ്റർ പറഞ്ഞ ഒരു 13 വരെയുള്ളിരിക്കുന്ന വാക്യമാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. ഇന്ന് പറയേണ്ടത് 14 മുതലുള്ളായിരിക്കുന്ന വാക്യമാണ്. എന്നാൽ 14-ാമത്തെ വാക്യത്തിൽ ഞാൻ അത്ര നേരം ചെലവഴിക്കുന്നില്ല. അതിൻ്റെ താഴേക്കുള്ള 2 വാക്യങ്ങൾ എനിക്ക് വളരെ വിശദമായി പറയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടും ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ടും നിങ്ങൾ ഉറക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമേ. കാരണം അത്രമാത്രം ആഴമേറിയ ചിന്തയാണ് എന്ന് പറയാനായിട്ടുള്ളത്. അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ അത്രമാത്രം ശ്രദ്ധേയമായിരിക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. 14-ാമത്തെ വാക്യം നമ്മളത് കഴിഞ്ഞ ആഴ്ച ഒന്ന് തൊട്ട് വെച്ചായിരുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇതാണ് 14-ാമത്തെ വാക്യം. നമ്മൾ അതിനെക്കുറിച്ച് അല്പം പറഞ്ഞായിരുന്നു. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ നമ്മുടെ ക്രിയകൾക്കോ പ്രവൃത്തികൾക്കോ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു മനുഷ്യനും പാപമോചനം ലഭിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപത്തിൻ്റെ സമ്പൂർണമായിരിക്കുന്ന മോചനം യേശു കർത്താവിൻ്റെ കാൽവരി കുരിശിലെ യാഗമരണത്താൽ മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. മറ്റൊരു പോംവഴിയുമില്ല. അതായത് കുംഭസാരമോ ഏറ്റുപറച്ചിലോ മറ്റെന്തെങ്കിലും സൽക്കർമ്മങ്ങളോ മറ്റെന്തെങ്കിലും പാപപരിഹാര മാർഗങ്ങളോ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഇല്ല. പിന്നെ പള്ളികളിൽ പോയി കുർബാന കണ്ടാലും പാപമോചനമില്ല. മല കയറിയാലും പുണ്യസ്ഥലങ്ങൾ തീർത്ഥാടനം നടത്തിയാലും പാപമോചനം ലഭിക്കുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരം കാൽവരിയിലെ കുരിശിൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിവർത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്കറിയാം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല തങ്ങൾക്കായി മരിച്ചുയർത്തവനായി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു എന്ന 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലെ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതാണ് പാപമോചനത്തിനുള്ളായിരിക്കുന്ന ഏക വഴി. അപ്പം ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. വളരെ ആഴമായ മാർമിക സത്യങ്ങൾ അല്ലെങ്കിൽ ആഴമായ ദൈവചിന്തകളാണ് 15-ാം വാക്യം തൊട്ട് പറയാനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 14-ാം വാക്യത്തിൽ അധികം നേരം ചെലവഴിക്കാത്തത് എന്നുകൂടെ നിങ്ങൾ ഓർക്കണം. 15-ഉം 16-ഉം വാക്യങ്ങൾ ആണ് ഒരുപക്ഷെ ഇന്നൊരു ദിവസം മുഴുവൻ പറയാനായിട്ട് പറ്റുകയുള്ളൂ. 2 വാക്യങ്ങളാണ് പറയാനായിട്ട് പറ്റുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരുപക്ഷെ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വേദഭാഗം എന്ന് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. 15-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന 2 വാക്യമാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 15-ാം വാക്യത്തിൽ ആദ്യമേ പറയുന്നു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്. ദൈവം അദൃശ്യനാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ദൈവം അദൃശ്യനാണ്. ദൈവത്തെക്കുറിച്ച് അദൃശ്യനാണ് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം മറ്റ് ചില വേദഭാഗങ്ങളിലുണ്ട്. ഞാനത് വായിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17-ാം വാക്യം. 1-ാം അധ്യായം 17-ാം വാക്യം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം
17-ാം വാക്യം. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ഇതും പൗലോസ് എഴുതുന്ന ലേഖനമാണെന്ന് അറിയാമല്ലോ. അവിടെ പറയാണ്, നിത്യരാജാവാണ് നമ്മുടെ ദൈവം, എന്നാൽ ആ ദൈവം അക്ഷയനാണ്, അദൃശ്യനാണ്. അക്ഷയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരിക്കലും നാശമില്ലാത്തവൻ, ക്ഷയിച്ചു പോകാത്തവൻ, ഒരിക്കലും ഇല്ലാതെയായി തീരാത്തവൻ എന്നാണ്. നിത്യരാജാവാണെന്ന് മാത്രമല്ല, അവൻ അക്ഷയനാണ്. പിന്നെ പറയുന്നത് അവൻ അദൃശ്യനുമായ ഏക ദൈവമാണ്. അദൃശ്യനാണ് നമ്മുടെ ദൈവം എന്നവിടെ വായിക്കുന്നു. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എഴുതിയെടുക്കാം. ഞാൻ ഈ വീഡിയോകളൊക്കെ, ഈ വിഷയത്തിന്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വരുമെങ്കിൽ ഇതിനകത്ത് ഞാൻ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ വാക്യങ്ങൾ കോട്ട് ചെയ്തിടുകയും ചെയ്യാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യം. അതും ആരെഴുതിയതാണെന്ന് നമുക്കറിയില്ല. അവിടെയും നമ്മുടെ ദൈവത്തെ അദൃശ്യൻ എന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 26-ഉം അതിൻ്റെ 27-ഉം വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ആരുടെ കാര്യമാണ് പറയുന്നത് അറിയാമല്ലോ. ആരുടെ കാര്യമാണ് പറയുന്നത്? 24 മുതൽ വായിച്ചാൽ അറിയാം. വിശ്വാസത്താൽ മോശ, അപ്പൊ മോശയെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നിടുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ. ദൈവത്തെ കുറിച്ച് എന്താ പറഞ്ഞേ? അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടു പോന്നു. നമ്മുടെ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. എന്നാൽ മോശ ദൈവത്തെ കണ്ടു എന്ന് എഴുതിയിട്ടില്ലേ? അത് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ മോശ യഥാർത്ഥമായി ദൈവത്തിന്റെ രൂപം കണ്ടിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. മോശയും അഹരോനും ഊരുമൊക്കെ ദൈവത്തെ കണ്ടു, തൃക്കയ്യാൽ അവർക്കൊന്നും ഭവിച്ചില്ല. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. എന്നെഴുതിയിരിക്കുന്ന വാക്യവുമുണ്ട്. പക്ഷെ ഇവിടെ ഇതാ എബ്രായ ലേഖനക്കാരൻ എഴുതുന്നു, മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ ഫറവോന്റെ കോപം ഭയപ്പെടാതെ പിന്നെ മിസ്രൈം വിട്ടു പോകുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ ഞാൻ എന്താ ഇവിടെ പറഞ്ഞു വന്നത്? ഈ 2 തിമോത്തിയോസ് 1:17-ലും എബ്രായ ലേഖനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഈ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ദൈവം അദൃശ്യനായിരിക്കുന്ന ദൈവമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ 15-ാം ഭാഗത്തിൽ വായിക്കുകയാണ്. 15-ാം ഭാഗത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ്. അപ്പോ ദൈവം അദൃശ്യനാണ്, ദൈവം ആത്മാവാണ്. ദൈവത്തെ ആർക്കും ഒരു നാളും കാണാനായിട്ട് കഴിയുകയില്ല. അതാരെ കുറിച്ചാണ് പറയുന്നത്? അപ്പോ നിങ്ങളിപ്പോ എന്നോട് പറയും പിതാവായ ദൈവത്തെ കുറിച്ച് എന്ന് നിങ്ങൾ എന്നോട് പറയും. എന്നാൽ ഞാൻ അതിന് ഉത്തരം തരട്ടെയോ? ത്രിയേക ദൈവത്തിന്റെ സർവസമ്പൂർണതയെ ആർക്കും കാണാൻ പറ്റുകയില്ലെന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ ഏക സത്യ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തിന്റെ സർവസമ്പൂർണതയെ, ആ ദൈവം അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് വേണമെങ്കിൽ പല വിധത്തിലും ആ ദൈവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാം എന്നല്ലാതെ ആ ദൈവത്തിനൊരു രൂപം കൽപ്പിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം എങ്ങനെയാ ദൈവത്തിന് രൂപം കൽപ്പിക്കുന്നത്? സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ദൈവത്തിന് എങ്ങനെ രൂപം കൽപ്പിക്കാൻ പറ്റും? സ്വർഗത്തിൽ സിംഹാസനത്തിനായിരുന്ന് ഭൂമിയിൽ കാല് വെച്ചിരിക്കുന്ന ദൈവം, അയ്യോ അതെന്തൊരു ദൈവമാ!
ആ ദൈവത്തിന് രൂപം കൽപ്പിക്കാൻ പറ്റുമോ? ആ ദൈവത്തെ ദൃശ്യമാക്കാനായിട്ട് പറ്റുമോ? പറ്റുകയില്ല. യെശയ്യാപ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് കടലിലെ വെള്ളത്തെ ഉള്ളം കൈകൊണ്ട് കോരി മറിക്കുന്നവൻ, അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണത്തെ വിരൽ ചാൺ കൊണ്ട് അളക്കുന്നവൻ, ഭൂമിയിലെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവൻ, കുന്നുകളും പർവ്വതങ്ങളും കുന്നുകളും പർവ്വതങ്ങളും തുലാസിൽ തൂക്കുന്നവൻ, ഈ ഭൂമിയിലെ സകലമാന ജാതികളും തുലാക്കുട്ടയിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രം അവൻ ഇരിക്കുന്നവൻ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് കടലല്ലേ, നമ്മൾ പർവ്വതങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ കടലിലെ വെള്ളം എന്തുവാ? ആ വെള്ളം ഉള്ളം കൈകൊണ്ട് കോരുന്നവൻ, ഈ പർവ്വതങ്ങൾ തുലാസിൽ അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണം ചാൺവിരൽ കൊണ്ടെടുക്കുന്നവൻ. അപ്പൊ പിന്നെ ഈ ദൈവത്തിന് രൂപമുണ്ടോ? ആ ദൈവത്തെ എന്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും? ആ ദൈവം അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. ഞാൻ മറ്റൊരു വേദവാക്യം വായിക്കട്ടെ, വായിക്കുക, നിങ്ങളും കൂടി എന്നെ സഹായിക്കുക. 1 ജോൺ, യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കാൻ ആരെങ്കിലും എന്നെ സഹായിക്കുമോ? യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ആരാ വായിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. കരോലിൻ സിസ്റ്റർ വായിക്കുന്നു. കരോലിൻ സിസ്റ്റർ വായിക്കോളൂ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ, വായിക്കും. മൈക്ക് മ്യൂട്ടാണ്, അത് ഓപ്പൺ ചെയ്യണം ഒന്നും കൂടെ. ഓക്കെ 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 ഓക്കെ. ഒന്ന് സിസ്റ്ററെ വാക്യം തെറ്റിപ്പോയോ, അതോ ഞാൻ പറഞ്ഞത് തെറ്റിയതാണോ? 1 ജോൺ 4:12 ഞാൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം എന്താ വായിച്ചത്? മതി ഭാഷ. എന്താ വായിച്ചത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഒക്കുന്നേ? മോശ ദൈവത്തെ കണ്ടു, അബ്രഹാം ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ചു. പിന്നെ എന്താണ്, നമ്മുടെ ഇദ്ദേഹം പറയുന്നുണ്ട്, മനോഹ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ കണ്ടു, നമ്മൾ ദൈവത്തെ കണ്ടതുകൊണ്ട് നമ്മൾ മരിച്ചു പോകും. ഇവിടെ ഇതാ യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനാ ഇത് യോജിക്കുന്നത്? ശരി, അതെങ്ങനെയാ യോജിക്കുന്നതെന്ന് ഞാൻ പറയാം. അടുത്ത ഒരു വാക്യം വായിക്കാം. ആരെങ്കിലും വായിച്ചോളൂ. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 15-ഉം 16-ഉം വാക്യം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവരും കാണാൻ കഴിയാത്തവരുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ, സൂപ്പർ. എന്താ വായിച്ചത്? ഒന്നുകൂടെ ശ്രദ്ധിച്ച്. ധന്യനായ ഏകാധിപതി, തന്റെ ഭരണം ആർക്കും പങ്കുവെക്കാത്തവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, മർത്യനല്ലാത്തവൻ, മനുഷ്യനല്ലാത്തവൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് വിധേയപ്പെട്ട ശരീരമുള്ളവൻ എന്നർത്ഥം. താൻ മാത്രം അമർത്യതയുള്ളവൻ എന്ന് പറഞ്ഞാൽ മരിക്കാത്തവൻ, മർത്യ ശരീരത്തിലല്ലാത്തവൻ, അമർത്തതയുള്ളവനും
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്ന്. ആ വെളിച്ചം ഭയങ്കരമാണെങ്കിൽ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ എന്നോട് പറയുക, വാക്യത്തിന്റെ അടുത്ത് പറയും പറ്റുകയില്ലെന്ന്. എന്നാൽ അതിന് എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വെളിച്ചത്തിന് ചൂടില്ല എന്നിരിക്കട്ടെ, സൂര്യന് ചൂടുള്ളത് കൊണ്ടാണ് സൂര്യന്റെ അടുത്ത് ചെല്ലാൻ പറ്റാത്തത്, അല്ലെ? ഭയങ്കര കത്തി ജ്വലിക്കുന്നതാണ് സൂര്യൻ. അപ്പൊ അതുകൊണ്ടാണ് അവിടേക്ക് ചെല്ലാൻ പറ്റാത്തത്. എന്നാൽ ചൂടില്ല, അതിഭയങ്കര വെളിച്ചമാണെങ്കിൽ അവിടേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല കേട്ടോ. മിസ്രൈമില് 3 ദിവസത്തെ കൂരിരുട്ടുണ്ടായില്ലേ? ആ കൂരിരുട്ടുണ്ടായതിനെ കുറിച്ച് എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? സ്പർശിക്കത്തക്ക കൂരിരുട്ടെന്ന്. സ്പർശിക്കത്തക്ക കൂരിരുട്ട് എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ തൊട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഇരുട്ട്. അങ്ങനത്തെ ഇരുട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇരുട്ടിന് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കനമുള്ള ഇരുട്ടാണെങ്കിൽ അതിഭയങ്കരമായിരിക്കുന്ന തേജസ് എങ്ങനെയുള്ളതായിരിക്കും? പാപം ചെയ്ത ദൂതന്മാരെ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്ത് ചങ്ങലയൊക്കെയാ ഇട്ടിരിക്കുന്നത്? യൂദയുടെ ലേഖനത്തിൽ പറയുന്നത്, പത്രോസിന്റെ ലേഖനത്തിലും പറയുന്നത് എന്ത് ചങ്ങല ഇട്ടിരിക്കുന്നത്? അന്ധകാരത്തിന്റെ ചങ്ങല. അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്ന് പറഞ്ഞാല് നിന്ന് തിരിയാൻ പറ്റാതെ വണ്ണം ഇരുട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഞെരുക്കിയാൽ പിന്നെ എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും? ഞെരുക്കുന്ന ഇരുട്ട്, അറിയാമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഇപ്പൊ ഏകദേശം മനസ്സിലാകുന്നുണ്ടോ? ദൈവം ആ വിധത്തിൽ വസിക്കുന്നവൻ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് സമയം പോകും അല്ലേ? ഓക്കെ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും, ഇന്ന് വരെ ദൈവത്തെ ഉള്ളതുപോലെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. തന്നെയല്ല ഇനിയൊട്ട് കാണാനും കഴിയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നേ? സ്വർഗത്തിൽ പോയാൽ നമുക്ക് കാണണ്ടായോ ദൈവത്തെ? പിതാവായ ദൈവം തന്നെ വെച്ചോളൂ. ഓക്കെ, പിതാവായ ദൈവത്തെ സ്വർഗത്തിൽ പോയാൽ നമുക്ക് കാണണ്ടായോ? പക്ഷെ ഇവിടെ ഇതാ പൗലോസ് പറയുകയാണ്, കാണാൻ കഴിയില്ല എന്ന്, കാണാൻ കഴിയാത്തവനെന്ന്. അങ്ങനെ തന്നെയല്ലേ തിരുവഴുത്ത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയല്ല പൗലോസേ, ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പം ഞങ്ങൾ പിതാവിനെ കാണും, ദൈവത്തെ കാണും എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ലല്ലോ, കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ പിന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പോ നമ്മൾ ആരെയാ കാണുന്നേ? ദൈവസ്ഥാനത്ത് ആരെയാ കാണുന്നേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ കാണുള്ളൂ കേട്ടോ. പിന്നെ കാണാൻ പറ്റുമോ ചോദിച്ചാൽ, ഒരുപക്ഷെ സ്തേഫാനോസ് കണ്ടതുപോലെ ദൈവത്തെയും വലതുഭാഗത്ത് പുത്രനെയും കണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടെന്നല്ല, ഒരു ഭയങ്കര തേജസ്സിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അതിന്റെ വലതുഭാഗത്ത് പുത്രനെ കണ്ടു എന്നാ പറഞ്ഞത്. അത്രയേ കാണാൻ പറ്റൂ, ഒരു ഭയങ്കര തേജസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ്, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്ന് പറഞ്ഞാൽ അത് എന്തിനെ കുറിച്ച് പറഞ്ഞെന്നറിയാവോ? തിമോഥെയോസിന്റെ ലേഖനം വായിച്ചു നോക്കണേ, അതിന്റെ മേലേക്ക് വായിച്ചു നോക്കണേ. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഭൂമിയിൽ വരുത്തുമെന്ന് അതാ പറയുന്നത്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത തക്ക സമയത്ത് വരുത്തും എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, മനുഷ്യരാരും ഇന്ന് വരെ കണ്ടിട്ടില്ല, കാണാൻ കഴിയാത്തവൻ. എന്റെ ചാനൽ മ്യൂട്ടായി പോയോ? ഇപ്പൊ വരും കേട്ടോ, ഇപ്പൊ വരും. അതെന്തോ ഒരു എന്റെ വൈഫൈക്ക് എന്തോ ഒരു പ്രശ്നം വന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെയുള്ളവനാണ് നമ്മുടെ ദൈവം. എന്നിട്ട് ഈ കൊലോസ്യ ലേഖനം 5 അധ്യായത്തിലേക്ക് വന്നേ. 1 അധ്യായത്തിന് 15 വാക്യത്തിലേക്ക് വന്നേ. എന്താ വായിച്ചത്?
അദൃശ്യനായ ദൈവം. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ കാര്യം എല്ലാവർക്കും മനസ്സിലായി. ദൈവം അദൃശ്യനാണ്, ഒരിക്കലും കാണാൻ കഴിയുകയില്ല, മനുഷ്യരാരും കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടുമില്ല. അപ്പൊ പിന്നെ ദൈവത്തെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? ദൈവത്തെ കണ്ടു എന്നുള്ള ഒന്ന് രണ്ട് വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ. പുറപ്പാട് പുസ്തകം 24 അധ്യായം 9 മുതൽ 11 വരെ. അനന്തരം മോശയും അഹ്റോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാരും 70 പേരും കൂടെ കഴിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവരുടെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത് തളർപ്പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ നമ്മുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. എന്തെന്നാ പറഞ്ഞേ? ദൈവത്തെ മോശയും മോശയുടെ കൂടെ ഉള്ളവരും അഹരോനും ഹൂരും മൂപ്പന്മാരിൽ 70 പേരും കണ്ടു. അവന്റെ കാൽപാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ ഉണ്ടായിരുന്നു. അവരെ കണ്ടു, ദൈവത്തോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നാൽ തൃക്കയ്യാൽ അവർക്ക് ഒന്നും ഭവിച്ചില്ല. അപ്പൊ ഇതെന്താ, വൈരുദ്ധ്യമാണോ? ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നതും ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ അല്ലെങ്കിൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നതും തമ്മില് ബൈബിളിൽ വൈരുദ്ധ്യമാണോ പറയുന്നത്? അല്ലാട്ടോ, ബൈബിളിൽ വൈരുദ്ധ്യമില്ല. അവരാരെയാ കണ്ടേ? അവരാരെയാ കണ്ടേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടേ. ത്രിയേക ദൈവത്തിന്റെ സർവസമ്പൂർണതയായ പിതാവായ ദൈവത്തെ കാണാൻ ആർക്കും കഴിയില്ല. അവര് പഴയ നിയമത്തിൽ കണ്ടതും നമ്മുടെ കർത്താവായ, നമ്മുടെ രക്ഷിതാവായ, നമ്മുടെ മശിഹായെ കണ്ട, നമ്മുടെ ക്രിസ്തുവിനെ കണ്ടേ. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ആദാമിന്റെ കൂടെ നടന്നത്, ആദാം കണ്ടത് ആരെയാ? നമ്മുടെ കർത്താവിനെയാ കണ്ടേ. ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ കരം ഏതാണെന്നറിയാമോ? എന്റെ പ്രിയമുള്ളവരെ, ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ കരം 2000 വർഷം മുമ്പ് ആണി അടിച്ചു കയറ്റിയ കരമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? വെയിലാറിയപ്പോൾ പതിവ് പോലെ ദൈവം ആദാമിന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞപ്പോ ആരാ വന്നേ? നമ്മുടെ രക്ഷകനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവും കൂടെ ചേരുന്ന സർവസമ്പൂർണത ദൈവത്തിന്റെ പരിപൂർണ വെളിപ്പാട് ആർക്കും കാണാൻ പറ്റില്ല എന്നാ ഈ പറഞ്ഞേ. ആ പരിപൂർണ വെളിപ്പാടിനെയാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പിതാവേ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത്. ഇപ്പൊ ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? ഒരു ഏകദേശ രൂപം മനസ്സിലാവുന്നുണ്ടോ? അതിനിയും ഞാൻ മനസ്സിലാക്കി തരാം. കുറച്ചും കൂടെ ഞാൻ വിശദീകരിച്ച് തരാം, നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 15, 16 വാക്യം മാത്രമേ ഞാനൊന്ന് പറയുള്ളൂ. അവിടെ നിന്ന് ഒരുപാട് കാര്യം പറയാനുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകില്ലല്ലോ. നമ്മുടെ ഉദ്യമം വെറുതെ ആകില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവിടെ ദൈവത്തെ കണ്ടു എന്നിപ്പൊ നമ്മളൊരു വാക്യം വായിച്ചല്ലോ. ഇനിയും നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32:30. ഉൽപ്പത്തി പുസ്തകം 32:30. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറയുന്നു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. മതി സിസ്റ്ററെ, താങ്ക് യു. അവിടെ എന്താ പറഞ്ഞത്? യാക്കോബ് എന്താ പറഞ്ഞതെന്നറിയാവോ? ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു. ഇത് ഏത് കാഴ്ചയെക്കുറിച്ചാ പറയുന്നത്? ഏത് കാഴ്ചയെക്കുറിച്ചാ പറയുന്നതെന്നറിയാമോ? യാക്കോബ് ഒരു രാത്രി മുഴുവൻ ദൈവവുമായി മൽപ്പിടുത്തം നടത്തി. അവസാനം ദൈവം യാക്കോബിനോട് പറഞ്ഞു, എന്നെ വിടുക, നേരം വെളുക്കുന്നുവല്ലോ, എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. ആ ദൈവം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോ പറയുവാണ്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു.
ഈ വാക്യം വെച്ച് ഒന്ന് തിമോത്തിയോസ് പറയുന്ന ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും. അപ്പൊ ഇവരൊക്കെ കണ്ട ദൈവമാരാ? അതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ പഴയ നിയമകാലത്തെ പ്രത്യക്ഷത അത് നമ്മൾ ഉറപ്പിക്കണം. യേശുക്രിസ്തുവിന്റെ പഴയ നിയമകാലത്തെ പ്രത്യക്ഷതയാണ് അവർ കണ്ടത്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17 മുതൽ 23 വരെയുള്ള വാക്യം. ന്യായാധിപന്മാർ 13-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള വാക്യം. പതിമൂന്ന് 13-ന്റെ 17 മുതൽ. നിന്റെ നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത്, എന്റെ പേർ ചോദിക്കുന്നത് എന്ത്, അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹരമായ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ഇതല്ലയോ? അതെ, വായിച്ചോ. മനോഹരയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. എന്താ പറഞ്ഞ മനോഹ? മതി സിസ്റ്ററെ. മനോഹ ദൈവത്തിന്റെ ദൂതനെ കണ്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഴയ നിയമ പ്രത്യക്ഷതയിൽ പല സ്ഥലത്തും ദൈവദൂതൻ എന്നുള്ളായിരിക്കുന്ന വിശേഷണം കൊടുത്തിട്ടുണ്ട്. മനോഹ അത് കണ്ടു കഴിഞ്ഞിട്ട് മനോഹ ലാസ്റ്റ് പറഞ്ഞ വാക്ക് തിന്ന് സിസ്റ്റർ ഇപ്പൊ വായിച്ചേ. നാം ദൈവത്തെ കണ്ടതുകൊണ്ട്. അപ്പൊ അതിന് മനോഹയുടെ ഭാര്യ എന്താ മറുപടി പറഞ്ഞേ? അതിന്റെ താഴത്തെ വാക്യം. മനോഹയുടെ ഭാര്യ എന്തായാലും മറുപടി പറഞ്ഞേ? കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്നും കോറയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. കണ്ടോ? മനോഹ പറഞ്ഞു നാം ദൈവത്തെ കണ്ടതുകൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ മനോഹയുടെ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയോ ഈ കാര്യങ്ങൾ അറിയിച്ചു തരികയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളെ മരിക്കാനായിരുന്നു ദൈവം കാണിച്ചു തന്നെങ്കിൽ. കാരണം പണ്ട് ഈ യഹൂദന്മാരുടെ വിശ്വാസം ദൈവത്തെ മുഖാമുഖമായി കണ്ടാൽ മരിച്ചു പോകുമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പഴയ നിയമകാലത്തെല്ലാം പ്രത്യക്ഷപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ടും അറിയാം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഴയ നിയമ പ്രത്യക്ഷതയാണ്. പഴയ നിയമത്തിൽ യഹോവയുടെ ഭുജം എന്ന് നമ്മുടെ കർത്താവിനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭുജം അവർക്ക് വെളിപ്പെടുത്തും എന്നൊക്കെ പല വാക്യമുണ്ട്. അവിടേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ഒരുപാട് പറയണം. അതെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇനി നമുക്ക് ഈ പറയുന്നതായിരിക്കുന്ന കൊലോസ്യലേഖനത്തിലേക്ക് വരും. നമ്മുടെ കർത്താവായ യേശു, ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്കറിയാമോ? എന്താ പറഞ്ഞെന്നറിയാമോ? എടുക്കുക സിസ്റ്ററെ, എടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 24 വരെ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 24 വരെ. പുത്രൻ ഇന്നവൻ എന്ന പിതാവെന്നത്തെ ആരും പറയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ചെയ്യുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. ശിഷ്യന്മാരുടെ നേരെ നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് കാക്കിയുള്ളത്, നിങ്ങൾ കാണുന്നതിനെ കാണാൻ
ഏറെ പ്രവാചകന്മാരും രാജാക്കന്മാർ ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. നമ്മുടെ കർത്താവ് പറഞ്ഞത് കേട്ടായിരുന്നോ? നിങ്ങളെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളതാന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയാണെന്നറിയാമോ? നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളതാന്ന് പറഞ്ഞു. ഏറിയ പ്രവാചകന്മാരും ഏറിയ പിതാക്കന്മാരും കാണാൻ ആഗ്രഹിച്ചതിനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പിതാക്കന്മാരെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു, പ്രവാചകന്മാരെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു നിങ്ങൾ കാണുന്നതെന്ന്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. മോശയോട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് ആർക്കും ജീവനോട്ടിരിക്കാൻ പറ്റുകയില്ല, എന്നാലും നീയെ ഞാൻ പറയുന്ന പോലെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പുറകുവശം മാത്രം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നിട്ട് എങ്ങോട്ടല്ലോ. അതുപോലെ തന്നെ ഏലിയാവിന് ഒരു പ്രാവശ്യം ഒരു ചെറിയ കാഴ്ചയായിട്ട് കാണിച്ചു കൊടുത്തു. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കേൾക്കുന്നതിന് കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളത്. ഏറിയ പിതാക്കന്മാരും പ്രവാചകന്മാരും നിങ്ങൾ കാണുന്നത് കാണാനും കേൾക്കുന്നത് കേൾക്കാനും ആഗ്രഹിച്ചു, എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല എന്ന് കർത്താവ് തന്നെ കുറിച്ച് സാക്ഷ്യം പറയുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹിമ എന്താണ്? ആ ലോക പിതാക്കന്മാരെല്ലാം യഹൂദന്മാരുടെ പിതാക്കന്മാരെല്ലാം കാലാകാലങ്ങളായി ഒന്ന് കാണാൻ, ഒന്ന് കേൾക്കാൻ, ആ ഇമ്പസ്വരം കേൾക്കാൻ കൊതിയോടെ കാത്തിരുന്നവനെ ഇതാ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വന്ന് ജീവിക്കുകയാണ്. എന്നിട്ട് ആ ജനം അവനെ പലപ്പോഴും എറിയാൻ കല്ലെടുക്കുകയാണ്. അവനെ ദേവാലയത്തിൽ നിന്ന് കഴുത്തെ പിടിച്ച് പുറത്തു തള്ളി പുറത്താക്കുകയാണ്. അവനെ തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്താക്കുകയാണ്. ആരാ? അവരുടെ പിതാക്കന്മാര് കാണാൻ ആഗ്രഹിച്ചവനെ, അവരുടെ പിതാക്കന്മാര് കേൾക്കാൻ ഇച്ഛിച്ച ആ ശബ്ദത്തെയായി ഇവര് പുറത്താക്കുന്നത്. അവരറിഞ്ഞോ അവരുടെ തേജസ്സിന്റെ കർത്താവാണ് ഈ തങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നതെന്ന് അവരറിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ആ കർത്താവിന്റെ പൂർവ്വ മഹത്വം പഠിക്കുമ്പോൾ നമ്മൾ ഒന്നും അല്ലാതെയാകുക. ആ കർത്താവാണ് നമുക്ക് വേണ്ടിയിട്ട് യാഗമായി തീർന്നത്, നമുക്ക് ഈ പാപപരിഹാരം വരുത്തിയത്. 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആരാണെന്ന് 15-ാം വാക്യം പറയുന്നത്. അവരിൽ നമുക്ക് പാപമോചനം ഉണ്ടെന്ന് 14-ാം വാക്യം പറഞ്ഞിട്ട് 15-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറഞ്ഞു പൗലോസ്. പൗലോസിന് ഈ കാര്യം മനസ്സിലായപ്പോൾ, നിങ്ങൾക്കറിയാമോ, 12 അപ്പോസ്തലന്മാർക്ക് പോലും ആ കാലത്ത് ഈ തങ്ങൾ കൂടെ നടന്നത്, തങ്ങൾ തിന്നു കുടിച്ചത്, തങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയത്, തങ്ങളെ ഉപദേശിച്ചത് ആരാണെന്ന് ഈ 12 അപ്പോസ്തലന്മാർക്ക് പോലും ആ ആരംഭകാലത്ത് മനസ്സിലായില്ല. എന്നാൽ പൗലോസിന് ഇത് മനസ്സിലായി, ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലായി. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ദൈവവചനം പഠിക്കുമ്പോൾ എന്തോ ഒരു ആഗ്രഹമാണ്, എന്തൊരു കൊതിയാണെന്നറിയാം. അബ്രഹാമിനോട് സംസാരിച്ചവൻ, പിതാക്കന്മാരോട് സംസാരിച്ചവൻ, ഏലിയാവിനോട് സംസാരിച്ചവൻ, മോശയോട് സംസാരിച്ചവൻ, ഇസ്രായേൽ ജനത്തോട് കൂടെ നടന്നവൻ, അവനാണ് അനാഥനെ പോലെ ഞാനിടയനെ വിട്ട് മാടുകൾ ചിതറിപ്പോകുമെന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ഒരു തുണയും കൂട്ടവുമില്ലാതെ ഏകനായി കാൽവരി കുരിശിൽ മരണത്തെ സ്വീകരിച്ചത് ആ അദൃശ്യനായ ദൈവം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ദൈവം അദൃശ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ സർവസമ്പൂർണതയായ അതിനെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചതുപോലെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പിതാവേ എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ആ പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയുമില്ല. പിന്നെ അന്നും ഇന്നും എന്നും ആരെയാ കാണുക എന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുക. ശരി, ഞാൻ ഒരുപാട് സമയം പറഞ്ഞു. 15-ാം വാക്യം വീണ്ടും വരാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ.
അപ്പൊ ഞാനിവിടെ പറഞ്ഞത് ദൈവം അദൃശ്യനാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് പറഞ്ഞു. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് ഏക ദൈവത്തിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആദാമിനെ സൃഷ്ടിച്ചത് ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ കർത്താവിനെ പറഞ്ഞല്ലോ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെന്ന് പറഞ്ഞല്ലോ. അത് മനസ്സിലാക്കാൻ ഞാനൊരു എളുപ്പ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദാമിനെ സൃഷ്ടിച്ചത് എന്ത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് പറയും, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത് എന്ന് പറയും, അല്ലെ? നാം നമ്മുടെ സാദൃശ്യപ്രകാരം നമ്മുടെ സ്വരൂപത്തിൽ നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം. അതേതാ നമ്മുടെ സാദൃശ്യം, നമ്മുടെ സ്വരൂപം? ഇത് മനസ്സിലാക്കാൻ എന്തോ ഓ പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ബിന്ദു സഹോദരി പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ആ വാക്യം ഒന്ന് വായിക്കാം നമുക്ക്. റോമാലേഖനം 5:14. റോമാലേഖനം 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ ആദാമിനെ സൃഷ്ടിച്ച അതെ മതി. അപ്പൊ ആദാമിനെ സൃഷ്ടിച്ച രൂപം ഏതാ? വരുവാനുള്ളവൻ ക്രിസ്തുവിന്റെ രൂപത്തിൽ. ക്രിസ്തു ഏത് രൂപത്തിൽ ഭൂമിയിൽ വരണമെന്ന് ആഗ്രഹിച്ചുവോ, ക്രിസ്തു ഏത് രൂപം എടുക്കണമെന്ന് ആഗ്രഹിച്ചുവോ, ആ രൂപം ആദ്യം ആദാമിന് കൊടുത്തു. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു രാക്ഷസന്റെ രൂപം എടുത്താണ് വരാൻ ആഗ്രഹിച്ചതെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു രാക്ഷസന്റെ രൂപം, രാക്ഷസൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു 4 ആളുടെ പൊക്കവും ഒരു 10 ആളുടെ തടിയും ഭയങ്കര ആരോഗ്യവാനും ഒക്കെ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ രാക്ഷസന്മാരെ കുറിച്ച് കേട്ടിരിക്കുന്നത്. അമാനുഷിക ശക്തിയുള്ളവര് രാക്ഷസന്മാര്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു രാക്ഷസന്റെ രൂപത്തിലാണ് ഭൂമിയിൽ വരാനായിട്ട് ആഗ്രഹിച്ചതെങ്കിൽ ആദാമിനെ അതുപോലെ ഒരു രൂപത്തിൽ മെനഞ്ഞേനെ. ഇപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ നമ്മുടെ രൂപത്തിൽ വരാൻ ആഗ്രഹിച്ചത് കൊണ്ട് ആദാമിനെ ആ രൂപത്തിൽ മെനഞ്ഞു. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ഏത് രൂപമായിരുന്നു എന്ന്? മനുഷ്യരൂപമായിരുന്നു. ആ രൂപമാണ് ആദാമിന് കൊടുത്തത്. എത്രയോ വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശരി, അത്രയും കാര്യം മനസ്സിലായല്ലോ. ആ പ്രതിമയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ രൂപമാണ് നമുക്ക് തന്നിരിക്കുന്ന രൂപം എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ പറയുകയാണ് 15 വാക്യം, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഓരോന്ന് പറഞ്ഞു പോയാൽ ഒരുപാട് പറയില്ല. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഞാൻ കൊലോസ്യലേഖനം എന്ന് പൂർത്തിയാക്കും? എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത്രയും 2 വാക്യം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൂർത്തിയാക്കുകയുള്ളൂ. 2 വാക്യം എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരേണ്ട ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇവിടെ പറയാണ് സർവ സൃഷ്ടിക്ക് ആദിജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ. സമ്മതിക്കുവോ നിങ്ങള്? സമ്മതിക്കുവോ? ഇല്ല. ഒന്ന് കൈ ഉയർത്തിക്കുക. സമ്മതിക്കില്ല എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക.
ഓക്കെ, സകലവും ഞാൻ പറഞ്ഞത് കേട്ടോ. സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി ദൈവം, പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ സമ്മതിക്കുന്നവരൊന്ന് സമ്മതിക്കുന്ന സൃഷ്ടിച്ചതാണെന്ന് സമ്മതിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കേ. പ്രൈസിലോട് ആരും സമ്മതിക്കില്ല, ആരും സമ്മതിക്കുകയുമില്ല. നമ്മുടെ കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. പിന്നെ എന്താ ഇവിടെ ആദ്യജാതൻ എന്ന് പറഞ്ഞ്? സകല സൃഷ്ടിക്കും, സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞ എന്താ? അവനാണ് എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ എന്ന അർത്ഥമേ അതിനുള്ളൂ. എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ, ഉണ്ടായവനല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഉണ്ടായവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനല്ല, എല്ലാത്തിനും മുമ്പേ ഉള്ളവൻ. അത് മനസ്സിലാക്കണോ? 17-ാം വാക്യം വായിച്ചേ, അതിന്റെ ഒറ്റ പോയിന്റ്. 17-ാം വാക്യം. ഇത് അതാണ് അതിന്റെ കാര്യം. അവൻ അവൻ സർവത്തിനു മുമ്പേ ഉള്ളവനാണ്. ഉള്ളവനാണ്. ഒരിക്കലും നമ്മുടെ കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. ആദ്യജാതൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ യഹൂദന്മാരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ ആദ്യജാതന്മാർക്ക് മറ്റുള്ള അതിനുശേഷം ജനിക്കുന്ന എല്ലാ പുത്രന്മാരെക്കാളും ഇരട്ടി അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവൻ എന്ന അർത്ഥത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തവൻ എന്ന അർത്ഥത്തിൽ. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സമയം പോയി. ആ അർത്ഥത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ അർത്ഥത്തിലും അല്ല. എല്ലാത്തിൻ്റെയും സർവത്തിനു മുമ്പേ ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് അവൻ. എന്താണ് അവിടെ പറഞ്ഞത്? സർവത്തിനു മുമ്പേ ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് സർവ സൃഷ്ടിക്കും ആദ്യജാതൻ, ആരംഭമായവൻ, കാരണമായവൻ എന്നാണ്. ഈ കാര്യം സൃഷ്ടിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല, നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോന്നറിയില്ല, സദൃശ്യവാക്യം 8-ാം അധ്യായം എടുത്ത് വ്യാഖ്യാനിക്കും. സദൃശ്യവാക്യം 8-ാം അധ്യായം നിങ്ങൾക്ക് അറിയാമോ? വായിക്കാമോ? അവിടെ എന്റെ ആ പോയിന്റുകളൊന്ന് വായിക്കാമോ? ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ബിന്ദു സിസ്റ്ററെ, എന്നെ ഉളവാക്കി. പിന്നെ ഇനിയുണ്ടല്ലോ അങ്ങനെ വാക്യങ്ങൾ അതിനകത്ത് കുറെ ഉണ്ട്. ഞാൻ നിയമിക്കപ്പെട്ടു, ഞാൻ ജനിച്ചു. നിങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ടോ? ബിന്ദു സൗരി വായിക്കുന്ന വാക്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യാത്ത വാക്യങ്ങളാണ്. ഓക്കെ, ഈ വാക്യം എടുത്തിട്ട്, ഈ വാക്യങ്ങൾ, ഈ 8-ാം അധ്യായം എടുത്തിട്ട് ഇങ്ങനെ കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി തെറ്റായി പഠിപ്പിക്കുന്നവർ ഈ വാക്യം എടുക്കും. എന്നാൽ സദൃശ്യവാക്യം 8-ാം അധ്യായം ആരെ കുറിച്ചാണ് പറയുന്നത് അറിയോ? ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. എന്നെ സൃഷ്ടിച്ചു, എന്നെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആരെ കുറിച്ചെന്നറിയോ? അതിന്റെ 1-ാം വാക്യം വായിച്ചേ. ആരാണ്? ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നല്ലോ ഇല്ലയോ? ജ്ഞാനമായവളാ പറയുന്നത്. ജ്ഞാനത്തെ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്, ക്രിസ്തുവിനെ സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ എന്നാണ്. ജ്ഞാനത്തെ പണ്ടേ സൃഷ്ടിച്ചു. ദൈവം ആദ്യം സൃഷ്ടിച്ച ജ്ഞാനത്തെയാണ്. ആ ജ്ഞാനം സൃഷ്ടിച്ചതിന് ശേഷം മറ്റെല്ലാം സൃഷ്ടിച്ച്. ഇനി ഉദാഹരണത്തിന് പറയാം, നമ്മുടെ കർത്താവ് ആദ്യം സൃഷ്ടിച്ച ജ്ഞാനമാണ്, ജ്ഞാനത്തെയാണെന്ന് അർത്ഥം. ആ സദൃശ്യവാക്യം 8-ാം അധ്യായം പറയുന്നത് ജ്ഞാനത്തെ സൃഷ്ടിച്ചു എന്നാണ്, ക്രിസ്തുവിനെ സൃഷ്ടിച്ചു എന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കില്ലേ. ഇവിടെ ഒന്നും ക്രിസ്തുവിനെ സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത്, അത് ജ്ഞാനത്തെ സൃഷ്ടിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണം. സദൃശ്യവാക്യം 8-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല, ഇല്ലാതിരുന്നിട്ട് ഉണ്ടായി വന്നവനല്ല. നമ്മുടെ കർത്താവ് നിത്യനായിരിക്കുന്ന ദൈവമാണ്. നിത്യനായിരിക്കുന്ന ദൈവമാണ്. ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടവനല്ല, ഒരിക്കലും ഉണ്ടായി വന്നവനല്ല. യെശയ്യാപ്രവചനം 9-6 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യെശയ്യാപ്രവചനം 9-6 എടുത്ത് ഒന്ന് വായിച്ചേ.
നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഒരിക്കലും അവസാനം ഉണ്ടാകില്ല. പറഞ്ഞു ആ ലാസ്റ്റ് വായിച്ച പോയത് അവന്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാവുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ഇന്ന് മുതൽ എന്ന് വന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നൽകും. മതി സിസ്റ്റർ, മതി. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? സംശയമില്ലല്ലോ, നമ്മുടെ കർത്താവിനെ കുറിച്ചല്ലേ? കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചല്ലേ? അതെ, നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ആ നൽകപ്പെട്ട ശിശുവിനെ, ആ നൽകപ്പെട്ട മകനെ എന്നു പറഞ്ഞ് നിത്യപിതാ, സമാധാനത്തിന്റെ പ്രഭു, പിന്നെ അത്ഭുത മന്ത്രി, നിത്യപിതാവ്. നിത്യപിതാവ് എന്ന് ആരെയാ പറഞ്ഞത്? നമ്മുടെ കർത്താവിനെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? സൃഷ്ടിക്കപ്പെട്ടവനല്ല നമ്മുടെ കർത്താവ്, സൃഷ്ടിതാവായ കർത്താവ്, സൃഷ്ടാവായ കർത്താവ്, സകലവും സൃഷ്ടിച്ച കർത്താവാണ്. അദൃശ്യമാക്കി 8-ാം അധ്യായത്തിൽ ജ്ഞാനത്തെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. അതാദ്യം നമ്മളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. 47 മിനിറ്റായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. താഴേക്ക് പറയണത് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, താഴേക്ക് പറയാം. അവിടെ എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്ക് ആദ്യജാതനുമാകുന്നു എന്ന് പറഞ്ഞാൽ ആദ്യമായി ജനിച്ചവൻ എന്ന അർത്ഥത്തിലല്ല, ആരംഭകാരണനായവൻ എന്നാണ്. ആരംഭകാരണൻ, എല്ലാം സൃഷ്ടിപ്പാൻ അവനാണ് കാരണം, എല്ലാം അവനാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിപ്പിന്റെ ആരംഭ കാരണം അവനാണ്. അവൻ മുഖാന്തരം അവനായിട്ടാണ് സൃഷ്ടിച്ചത്. താഴേക്ക് വായിക്കുന്നുണ്ടല്ലോ നമ്മൾ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, ഉണ്ടായവനല്ല, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, എന്നേക്കുമുള്ളവൻ, ഒരിക്കലും ഇല്ലാതിരുന്നിട്ട് പിന്നീട് ഒരിക്കലും ഉണ്ടായി വന്നവനല്ല നമ്മുടെ കർത്താവ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഈ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കാനും പ്രസംഗിക്കാനും. സഭാ ശുശ്രൂഷകന്മാരായാലും ശരി, മറ്റു പഠിക്കുന്നവരായാലും ശരി, ഇതിൽ നിന്ന് അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നിത്യദൈവമാണ്, അവൻ നിത്യപിതാവാണ്, അവനാണ് ഏക സത്യ ദൈവം എന്ന് നാം പറയണം, പഠിപ്പിക്കണം. പിതാക്കന്മാർ കണ്ട സത്യം അവനാണ്, പിതാക്കന്മാർ കണ്ടത് സംസാരിച്ചുമായിരിക്കുന്ന ദൈവം അവനാണെന്ന് നമ്മൾ പഠിപ്പിക്കണം. ഓക്കെ, 15-ാം അധ്യായത്തിന് ആദ്യജാതനും ആകുന്നു. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അടുത്ത വാക്യം എന്താ? അടുത്ത പോയിന്റ് എന്താണ്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അടുത്ത പോയിന്റ്, എന്താ സ്വർഗത്തിലുള്ളത്, എന്താ ഭൂമിയിലുള്ളത്? നിങ്ങളും കൂടി ചിന്തിക്കാനാണ് ഞാൻ നിർത്തി പറയുന്നത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അവനാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇനി ചോദ്യം ഇതാണ്, സ്വർഗത്തിലുള്ളത് എന്താണ്, ഭൂമിയിലുള്ളത് എന്താണ്? സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണും കേട്ടോ, സംശയമൊന്നുമില്ല. അവിടെ പിതാവ് പണി കഴിപ്പിച്ചായിരിക്കുന്ന എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് പറയും. നമ്മൾ ചെല്ലുമ്പോഴും കണ്ടമാനം വാസസ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചകളുണ്ടാകും. എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തിന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റുള്ളൂ. അതിനെയാണോ ഇവിടെ സ്വർഗത്തിലുള്ളതെന്ന് പറഞ്ഞത്? അതെയോ കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്, അവരെയാണോ പറഞ്ഞത്? ഒരു പക്ഷേങ്കിൽ കോടിക്കണക്കിന് ദൂതന്മാരെ അതിൽ ഉൾപ്പെടുമായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ളത് എന്താ അറിയാവോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വായിച്ചേ. അപ്പൊ
അപ്പൊ അവിടെ അതെ മതി സിസ്റ്ററെ. അപ്പൊ അവിടെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. വീണുപോയ ദൂതന്മാർക്ക് വീണ്ടെടുപ്പില്ല, അവര് നാശത്തിലേക്ക് പോകുന്നവരാണ്. വീണ് പോകാത്ത ദൂതന്മാർക്ക് യഥാസ്ഥാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അവർക്ക് ആവശ്യമില്ല. അപ്പൊ പിന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിനെ കൊണ്ട് വീണ്ടും ഒന്നാക്കി ചേർക്കുക എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. പിന്നെ ആരെ കുറിച്ചാ? സ്വർഗത്തിലുള്ളത് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്വർഗത്തിന് വേണ്ടിയിട്ടാ. ഇതാണ് ഇന്ന് അനേക ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർക്കും അറിയാത്തതായിരിക്കുന്ന കാര്യം. അവര് പറയുന്ന ഞങ്ങൾ സ്വർഗത്തിനും ഉള്ളവരാണ് ഭൂമിക്കും ഉള്ളവരാണെന്ന് പറയും. ഞങ്ങൾ 1000 ആണ്ട് ഭൂമിയിലും ഉണ്ട്, അത് കഴിഞ്ഞ് സ്വർഗത്തിലും ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ആദ്യം സ്വർഗത്തിൽ പോയിട്ട് പിന്നെ ഭൂമിയിലേക്ക് വരുമെന്ന് പറയും. ഇത് രണ്ടും മണ്ടത്തരമാണ്. ഭൂമിയെ വീണ്ടെടുത്ത് യഹൂദന് കൊടുക്കുന്ന പദ്ധതിയാണ്. അവരാണ് ഭൂമിയിലുള്ളവർ, യഹൂദന്മാർ. ഞാൻ അതിനെയും തെളിയിച്ചേരാം. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ഒരിക്കലും ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, സ്വർഗത്തിന് വേണ്ടിയാണ്. അപ്പൊ സ്വർഗത്തിലുള്ളത് ക്രിസ്തുവിനെ കൊണ്ട് ഒന്നാക്കി ചേർക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതായിരിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടായിരിക്കുന്ന നമ്മളെ ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് ഒന്നാക്കി ചേർക്കുന്നത്. നമ്മളാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് വീണ്ടെടുക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊണ്ട് ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുന്ന ഒരു കാലഘട്ടം വരും. ഞാൻ അവിടെ അധികം നേരം നിൽക്കുന്നില്ല. അപ്പം ഒന്ന് നമ്മൾ അവിടെ വായിച്ചല്ലോ. ശരി, 3-ാം അധ്യായത്തിന്റെ എഫ് എസ് സി ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എഫ് എസ് സി ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും വേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകൊടുത്തു. സ്വർഗത്തിലും ഭൂമിയിലും മതി സിസ്റ്ററെ, മതി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബം. അതേതാ സ്വർഗത്തിലും ഭൂമിയിലുള്ള കുടുംബം? അവിടെ കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചേക്കരുത്. അതൊന്നും അല്ല അവിടെ പറഞ്ഞത്. സ്വർഗത്തിലുള്ളവരുടെ യൂണിറ്റ്, ഭൂമിയിലുള്ളവരുടെ യൂണിറ്റ്, ഇതാണ് അവിടെ കുടുംബം എന്ന് പറഞ്ഞത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവിടെയും പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ സ്വർഗത്തിലുള്ള നമ്മളും ഭൂമിയിലുള്ള യഹൂദനും എന്നാണ്. ഇതെങ്ങനെയാ തിരിച്ചെടുക്കുന്നതെന്നല്ലേ ഞാൻ ഇനിയും കാണിച്ചു തരാം, വാക്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ വായിച്ചതായിരിക്കുന്ന കൊലോസ്യ ലേഖനം 15-ാം വാക്യമാണ്, 1-15 വായിച്ചത്. ഇതേ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചേ. അവന്റെ സർവ്വസമ്പൂർണ്ണതയും പഠിപ്പാൻ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാൻ പിതാവിന് പ്രസാദിച്ചു. കണ്ടോ? സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളതിന് എന്ത് വേണം? നിരപ്പ് വേണം. അപ്പൊ ദൂതന്മാരല്ലല്ലോ. വീണു പോകാത്ത ദൂതന്മാർക്ക് നിരപ്പ് വേണ്ടല്ലോ. വീണുപോയ ദൂതന്മാരെ ഒട്ട് നിരപ്പിക്കുന്നുമില്ല. ദൂതന്മാർക്ക് ഇനി മനുഷ്യനെ പോലെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. വീണുപോയ ദൂതന്മാർക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിനെ കൊണ്ട് നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിരപ്പ് ആവശ്യമുള്ളത് ആർക്കാ വേണ്ടത്? മനുഷ്യനാ. അപ്പോ സ്വർഗത്തിലുള്ളവരാരാ? സ്വർഗത്തിന് വേണ്ടി വീണ്ടെടുക്കപ്പെടുന്ന ആ നിരപ്പിന്റെ ആവശ്യമുള്ളവരാരാ? ഞാനും നിങ്ങളുമോ പ്രിയമുള്ളവരെ? നമുക്കത് വേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കുക. നോക്കിയേ, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് ഹിതമായി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള യഹൂദനെ നിരപ്പിക്കുന്നതും സ്വർഗത്തിന്റെ അവകാശികളായ നമ്മളെ നിരപ്പിക്കുന്നതും ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. ക്രിസ്തുവിനെ കൊണ്ട് നിരപ്പിക്കുന്ന ദൈവം, വേറെ ഒരു നിരപ്പുകൊണ്ടുമല്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണെന്ന് എനിക്ക് 18, 19-ാം വാക്യം, 18-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഞാൻ എടുക്കുന്നില്ല. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു. എപ്പോ നിരപ്പിച്ചു പോന്നു എന്ന്? പണ്ട് ആദാമിന്റെ കാലം മുതല് ലോകത്തെ ദൈവം നിരപ്പിച്ചു പോന്നു. ലോകത്ത് ക്രിസ്തുവിൽ നിന്നൊരു വാക്കുണ്ട് അവിടെ. ആ വാക്യം ഒന്ന് എടുക്കാം. ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയാലോ അറിയാതെ. 2-ാം ലേഖനം 5-ാം അധ്യായം.
രണ്ടാം ലേഖനം രണ്ട് കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ദൈവം ആ ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ആ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകും. ആ ക്രിസ്തുവിൽ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണേ. നിരപ്പിച്ചു പോന്നു. ബാക്കി ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ നിറവേൽപ്പിച്ചിരിക്കുന്നു. അപ്പോ ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ പണ്ട് മുതലുള്ളവരെ നിരപ്പിച്ചു പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമുക്കറിയാമല്ലോ. ആദ്യത്തെ മകൻ ആരായിരുന്നു? ഹാബേല് നീതീകരിക്കപ്പെട്ടവനല്ലേ? സമ്മതിക്കും നിങ്ങൾ അല്ലേ? അത് കഴിഞ്ഞാല് ഹാനോക്ക് നീതീകരിക്കപ്പെട്ടവനല്ലേ? അതും സമ്മതിക്കും. നോഹയുടെ മക്കളും കുടുംബമൊക്കെ നീതീകരിക്കപ്പെട്ടവരല്ലേ? അതെ, സമ്മതിക്കും. അബ്രഹാം നീതീകരിക്കപ്പെട്ടതല്ലേ? സമ്മതിക്കും. അവരൊക്കെ എങ്ങനെയാ നിരപ്പിച്ചത്? ദൈവം എങ്ങനെയാ അവരെ നിരപ്പിച്ച ദൈവത്തോട്? ഒരു കാരണമില്ലാതെ വെറുതെ കൊള്ളാം മക്കളെ, നിങ്ങൾ കൊള്ളാം, ഇന്ന് പോരേന്ന് പറയുമോ? ഇല്ല, നിരപ്പിച്ചു പോന്നു. ലോകത്തെ നിരപ്പിച്ചു പോന്നു. ആ നിരപ്പ് ക്രിസ്തുവിലൂടെയാണ്. അപ്പൊ അവർക്കറിയായിരുന്നോ പണ്ട് ക്രിസ്തുവിലൂടെയാ ഞങ്ങൾക്ക് നിരപ്പ് കിട്ടിയെന്ന്? അവർക്കറിയായിരുന്നു? അവർക്കൊന്നും അറിയില്ല. ക്രിസ്തുവിനെ അറിയില്ല, ഒന്നും അറിയില്ല. അതൊക്കെ വെറുതെ പ്രസംഗകര് കൊഴിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അവരങ്ങ് വരാനിരുന്ന ക്രിസ്തുവിനെ ആത്മാവിൽ കണ്ടുമുറ്റി അവര് പ്രസംഗിക്കും, ഞാൻ പ്രസംഗിക്കില്ല കേട്ടോ. അവർക്കൊന്നും അറിയില്ല. അവര് ദൈവം പറഞ്ഞത് കേട്ട് വിശ്വസിച്ചു, അനുസരിച്ചു. അതിലൂടെ അവർക്ക് നിരപ്പ് വന്നു. നിരപ്പിന്റെ കാരണം ക്രിസ്തുവിന്റെ യാഗമരണം. ആ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചു എന്ന്. ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷമാണ് അവരെ നിരപ്പിച്ചതെന്ന്. കാൽവരിയിലെ യാഗമരണമാണ് അന്ന് അവരെ നിരപ്പിക്കാൻ കാരണമായതെന്ന പൗലോസ് പറഞ്ഞത്. നിരപ്പിച്ചു പോകുന്നു എന്നാണ്. അപ്പം ഇവിടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെ ക്രിസ്തുവിനെ കൊണ്ട് തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താവും? നമ്മളെയും സ്വർഗത്തിലുള്ളവരെയും ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. അപ്പൊ ഈ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും നമ്മളാണെന്ന് ഇപ്പൊ കൊലോസ്യ ലേഖനം, സ്വർഗത്തിലുള്ളത് നമ്മളും ഭൂമിയിലുള്ള യഹൂദനാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതിന്റെ ഒരു തെളിവും കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം തൊട്ട് ഒരാളൊന്ന് വായിച്ചേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചുള്ളതാണ്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കാണുന്നതുമില്ല. ഈ സാത്താന് ഒരു മിനിറ്റ് പക്ഷേ സാത്താന് സ്വർഗത്തിൽ വാഴ്ചയുണ്ടെന്നുള്ളത് അറിയാമല്ലോ. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. സ്വർഗത്തിൽ നിന്ന് അവരെ വെട്ടിയിടുന്ന രംഗമാണ്. വായിച്ചോ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെ ഒന്നുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചിട്ടില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കും. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? സ്വർഗത്തിലേക്ക് ഉൽപ്രാവണത്തിൽ നമ്മൾ അങ്ങ് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിലൊരു വലിയ യുദ്ധം ഉണ്ടാവുന്നു. ഒറ്റ വാക്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാകാം. സ്വർഗത്തിൽ യുദ്ധം ഉണ്ടാവുന്നു. സാത്താന് സ്വർഗമണ്ഡലങ്ങളിലെ ആധിപത്യത്തിൽ നിന്ന് സാത്താനെയും അവന്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ ഉള്ളവരോട് ദൈവം പറയാണ്, ആകയാൽ ഭൂമിയും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് മഹാപീഡനത്തിന്റെ കാലഘട്ടം ആരംഭിക്കാൻ പോവുക. അപ്പോൾ ഭൂമിയിൽ വസിക്കുന്നതായിരിക്കുന്നവര് യഹൂദന്മാരാ. എന്നിട്ട് ഇവിടെ താഴെ പറയാണേ, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. നോക്കിക്കേ, ഭൂമിയും അതിൽ വസിക്കുന്നവരായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട്
സ്വർഗവും അതിൽ വസിക്കുന്നവരോ ആയുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്ക് സമുദ്രത്തിന് അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് വെച്ച് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന നമുക്കിനി യാതൊന്നും പേടിക്കാനില്ല. അവന്റെ ആധിപത്യം അവസാനിച്ചു. അപ്പൊ സ്വർഗത്തിൽ വസിക്കുന്നവരാരാ? ഭൂമിയിൽ വസിക്കുന്നവരാരാ? എത്രയോ വ്യക്തമാണ്. അപ്പൊ നമ്മളിവിടെ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചത് എന്തായിരുന്നു? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് എന്തായിരുന്നു നോക്കിയാൽ ഒരൊറ്റ പോയിന്റ് എന്താണ്? സർവ സൃഷ്ടിക്കും 15 ആദ്യജാതനാകുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. എന്തോ വായിച്ചോ? ആ ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവർ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മതി പാസ്റ്ററെ മതി. അപ്പൊ സ്വർഗത്തിലുള്ളവരാരാണെന്നും ഭൂമിയിലുള്ളവരാണ് ആരാണെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇനി എന്താണ് അതിനെക്കുറിച്ച് അതിനകത്ത് പറയാനുള്ളതെന്ന് അറിയാമോ? സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എന്താണ്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ. ദൃശ്യമായതും അദൃശ്യമായതും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പറയാനില്ല. നമുക്കിന്ന് കാണാൻ കഴിയുന്നതും കാണാൻ പറ്റാത്തതായിരിക്കുന്ന ദൈവ സൃഷ്ടി മുഴുവൻ നമ്മുടെ കർത്താവാണ് സൃഷ്ടിച്ചതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതായിരിക്കുന്ന നമ്മളെയും സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞത്. എല്ലാം നമ്മുടെ കർത്താവാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത്. ദൃശ്യമായതും അദൃശ്യമായതല്ല നമ്മുടെ കർത്താവാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പറയുന്ന നമുക്ക് ചിന്തിക്കാനുള്ളൊരു വാക്യം, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഈ കാര്യമാണ്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ്. അടുത്ത ആഴ്ചയിൽ അതാരെക്കുറിച്ചാണ്? ഈ സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ. ഈ പോയിന്റ് ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൂട്ടോ. അപ്പൊ അതും കൂടി ഞാൻ അടുത്ത ആഴ്ച പങ്കുവയ്ക്കാം. വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് നല്ല കൃപ ലഭിക്കും, ദൈവത്തിന്റെ കൃപ ലഭിക്കും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ഇന്ന് എന്നെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിന്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.